Amane bemeho, amane bemeho, amane bemeho. ശ്രീപത്മിയും മന്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പല അർത്ഥ തലങ്ങളുണ്ട് അതിന്. അടിസ്ഥാനപരമായിട്ട് മഹാകാരുണിക അവലോകതേശ്വരൻ്റെ മന്ത്രമാണെന്ന് പറയാം. ആ മഹാകരുണയുടെ മന്ത്രമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ആ മഹാകരുണ എല്ലാ ബുദ്ധന്മാരുടെയും മഹാകരുണയ്ക്ക് നമ്മൾ പാത്രമാകുന്നതിനും, അതുപോലെ തന്നെ എല്ലാ ബുദ്ധന്മാരെയും പോലെ അതേ മഹാകരുണയും അതേ മഹാജ്ഞാനവും നമ്മൾ ഉദിക്കുന്നതിനും കൂടിയാണ് ഈ മന്ത്രം എന്ന് ഒരു തലത്തിൽ പറയാം. ഈ മന്ത്രത്തെ നമുക്ക് പല തലങ്ങളിൽ മനസ്സിലാക്കാം. ഏറ്റവും സിമ്പിളായിട്ട് അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് തന്നെ പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൺസെപ്ച്വലി അർത്ഥം ആലോചിക്കുക മാത്രമല്ല മന്ത്രത്തിൽ ചെയ്യേണ്ടത്. ആ മന്ത്രത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദത്തിൽ തന്നെ നാം മഹാകാരുണികനായ അവലോകതേശ്വരനെ അറിയണം. അതായത് ബുദ്ധൻ ഒരു രൂപത്തിൽ വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന പല രൂപങ്ങളിൽ ബുദ്ധന്മാരെ അറിയുന്നത് നമ്മൾ രൂപമായിട്ട്. പക്ഷെ ബുദ്ധൻ രൂപമല്ല, ആ രൂപത്തിലൂടെ നമ്മൾ യഥാർത്ഥ ബുദ്ധജ്ഞാനത്തെ അറിയാൻ ഉള്ളൊരു മീഡിയ ചെയ്യുന്ന രൂപം. അതുപോലെ തന്നെ ആ ബുദ്ധൻ ശബ്ദത്തിൽ വന്ന ശബ്ദത്തിലൂടെ ബുദ്ധനെ അറിയുന്നതും കൂടിയാണ് ആ മന്ത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഓം മണിപത്മേ ഹൂം എന്ന ശബ്ദം നമ്മളാണ് ആ മന്ത്രം ചൊല്ലുന്നതെങ്കിലും തിരിച്ച് നമ്മൾ നമ്മുടെ കാതുകളിലൂടെ കേൾക്കുമ്പോൾ ആ ശബ്ദം തന്നെ ബുദ്ധൻ ശബ്ദത്തിൻ്റെ രൂപത്തിൽ വന്നതായിട്ട് ആ രീതിയിലാണ് അറിയേണ്ടത് നമ്മൾ. അപ്പം ആ ഒരു ബ്ലസ്ഡ് സൗണ്ടാണ്, ആ ശബ്ദം തന്നെ അവലോകതേശ്വരനാണ് എന്ന ഒരറിവ് നമുക്ക് ആദ്യം വേണം. അർത്ഥം മാത്രമല്ല, ആ ശബ്ദത്തിൻ്റെ അനുഭവം തന്നെ നമുക്ക് ആ ശബ്ദം നാം അവലോകതേശ്വരനെ അല്ലെങ്കിൽ സർവ്വബുദ്ധന്മാരുടെയും മഹാകരുണയെയും ആ പ്രസൻസിനെയും ഒരു ശബ്ദത്തിലൂടെ അറിയുന്നു എന്നുള്ള ആ ഒരു ധാരണ നമുക്കുണ്ടാകണം. അത് നമ്മൾ മന്ത്രം ചൊല്ലുന്നത് നമ്മൾ തന്നെയാണെങ്കിൽ തിരിച്ച് കേൾക്കുമ്പോൾ ആ ഒരു വ്യൂ ആണ് നമുക്കവിടെ ഉണ്ടാകേണ്ടത്. നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ആ രീതിയിൽ കുറച്ച് മന്ത്രം ചൊല്ലിയിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ ശബ്ദത്തിൽ നമ്മൾ ആ ഒരു ബ്ലെസ്സിങ്, ബുദ്ധന്മാരുടെ പ്രസൻസ് അറിഞ്ഞു തുടങ്ങുമ്പോൾ ആ ശബ്ദത്തിൽ മാത്രമല്ല ചുറ്റും കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും, ഇപ്പോൾ കേൾക്കുന്ന മഴയുടെ ശബ്ദത്തിലായാലും മറ്റേത് ശബ്ദത്തിലായാലും വാഹനങ്ങൾ പോകുന്ന ശബ്ദത്തിലായാലും എല്ലാ ശബ്ദവും ആ മന്ത്രത്തിൻ്റെ അലയടികൾ പോലെ നമുക്ക് അനുഭവപ്പെടണം. ഒരിടത്ത് നമ്മൾ തുടങ്ങുന്നു, മന്ത്രത്തിൻ്റെ ശബ്ദത്തിലെ ബ്ലെസ്സിങ് തുടങ്ങുന്നു, പക്ഷെ പിന്നെ എല്ലാ ശബ്ദവും അതേ ബ്ലെസ്സിങ് ആണെന്ന തിരിച്ചറിവിലേക്ക് അവിടെ നമ്മൾ വളർന്നു വരികയും വേണം. അപ്പോൾ മന്ത്രം ചൊല്ലുമ്പോൾ ഉള്ളിലെ അക്ഷരങ്ങൾ, അതിലെ ഓരോ അക്ഷരങ്ങളും വളരെ വ്യക്തമായിരിക്കണം. പക്ഷെ പുറത്ത് ഏതാണ്ട് ഒരു തേനീച്ചക്കൂടിൽ കല്ലെറിഞ്ഞതുപോലെ ഒരു മുഴക്കമായിട്ട് എല്ലാ സിലബിൾസും ഇങ്ങനെ വന്ന് എല്ലാവരുടെയും ഇതെല്ലാം ഇങ്ങനെ ചേർന്ന് ആ ഒരു മുഴക്കം പോലെയാണ് നിൽക്കുക. മനസ്സിലായോ? തേനീച്ചക്കൂടിൽ കല്ലെറിയുന്ന കേട്ടിട്ടുണ്ടോ? ഇല്ല, കല്ലെറിഞ്ഞ് നോക്കിയിട്ടില്ല. പെട്ടെന്ന് ഒരുപാട് തേനീച്ചകൾ വരുമ്പോഴേ കല്ലെറിഞ്ഞ് നോക്കണ്ട. പക്ഷെ ഇങ്ങനെ എല്ലാവരും കൂടെ ഹം ചെയ്യുന്ന ഒരു സൗണ്ടില്ലേ, അതുപോലെ ഇങ്ങനെ മന്ത്രത്തിന്റെ ധ്വനികൾ അതുപോലെ എന്നറിയണ്ട sound like that it fills up, so it's more like that, so it's more like om mani padme om mani padme om mani padme om mani padme om mani padme. സോ നമ്മൾ പറയുന്ന ശബ്ദം നമുക്ക് തിരിച്ച് കേൾക്കാൻ പറ്റണം, പക്ഷെ കുറച്ച് ദൂരെയുള്ളവർക്ക് കേൾക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രയർ പോലെ ചെയ്യുമ്പോൾ നമ്മൾ ഉറക്കെ ചാൻറ്റ് ചെയ്തെന്നും വരും, അതും ഓക്കെയാണ്. പക്ഷെ ആ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലാണ് ആ ശബ്ദം വരേണ്ടത്. ഫസ്റ്റ് we will recite few times loudly like a prayer,
Then we will do at the humming level. Om Mani Padme Hum. 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 Mani Padme Hum. Om Mani Padme Hum. Om Mani Padme Hum. Om Mani Padme Hum. Mani Padme Hum. Om Mani Padme Hum. Om Mani Padme Hum. Om Mani Padme Hum. Mani Padme Hum. Om Mani Padme Hum. Om Mani Padme Hum. Om Mani Padme Hum. 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 Om Mani Padme Hum. സമർപ്പിക്കുക. ഇനി അതിന്റെ ഒരു വാക്കർത്ഥം നോക്കിയാല് ഓം മണി പത്മേ ഹോം. അതിൽ ഓം എന്നത് ഇവിടെ 3 അക്ഷരങ്ങൾ ചേർന്ന് വരുന്നതായിട്ട് എടുക്കുന്നു. ആ ഉ മ. ഓം ഓം എന്ന് വരുന്ന ആ ഉ മ. അത് സംയോജിച്ച് ഓം ആയിട്ട് വരുന്നതായിട്ട് എടുക്കുന്നു. ആ ഉ മ എന്നതില് കായ വാ ചിത്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. ബോഡി, സ്പീച്ച് ആൻഡ് മൈൻഡ്. ഓക്കെ, സോ അത് തന്നെ 2 തരത്തിൽ നമുക്ക് പറയാം. ഒന്ന്, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന നമ്മുടെ കായ വാക്ചിത്തങ്ങൾ. നമ്മൾ അനുഭവത്തിൽ നമുക്കൊരു ശരീരമുണ്ട്, വാക്കുകളുണ്ട്, മനസ്സുണ്ട്. ഇത് നമ്മൾ ഇംപ്യൂർ ആയിട്ട് കാണുന്ന, അതായത് നമ്മളത് സംസാര ചക്രത്തിന്റെ യാതനകളിലും ദുഃഖത്തിലും ഉഴലുന്ന ഒന്നായിട്ട് കാണുന്നു. പക്ഷെ ആഴത്തിൽ നോക്കുമ്പോൾ ഇതൊന്നും അങ്ങനെ തന്നെ ഇല്ല. അതൊക്കെ ശൂന്യമാണ്, മായ പോലെ കാണുന്നതാണ്. അതങ്ങനെ കാണുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ അവിദ്യ, ഡിലൂഷൻസ്, വിഭ്രാന്തികൾ കാരണം നമ്മൾ അങ്ങനെ കാണുന്നതാണ്. അപ്പോ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ അവസ്ഥ, അതിൻ്റെ നിജസ്ഥിതി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വിഭ്രാന്തികൾ മാറിക്കഴിഞ്ഞാൽ, ശൂന്യമെങ്കിലും അനുഭവവേദ്യമാകുന്ന ജ്ഞാനത്തിൻ്റെ സ്ഫുരണങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അതായത് ഏതൊരു ബുദ്ധനെയും പോലെ തന്നെ നമ്മുടെ ശരീരവും ഒരു ബുദ്ധകായത്തെ പോലെ പെർഫെക്റ്റ് ആണ്. അതിന് ഈ സോളിഡിറ്റി തന്നെ ഇല്ല. കുത്തിയ മുറിവേക്കുന്ന ബോഡി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ അതിൻ്റെ സോളിഡിറ്റിയിൽ അവിദ്യ കൊണ്ട് അതിൻ്റെ ശൂന്യത അറിയാതെ അനുഭവപ്പെടുന്നുണ്ടെന്ന് നമുക്കങ്ങനെ തോന്നുന്നു. ശൂന്യത അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലും കുത്തേക്കാൻ പറ്റില്ല, ഒന്നും സംഭവിക്കാൻ പറ്റില്ല. ഓക്കെ, അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും ബുദ്ധന്റെ ശരീരം പോലെ തന്നെ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു, അതിനപ്പുറത്ത് തന്നെ എസെൻസ് ഒന്നുമില്ല.
അപ്പിയർ ചെയ്യുന്നു, ഫങ്ഷൻ ചെയ്യുന്നു, അതിനപ്പുറത്ത് എസെൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ എല്ലാവരെയും ബെനിഫിറ്റ് ചെയ്യുന്ന ആ ബ്ലസ്ഡ് സ്പീച്ചിൻ്റെ ക്വാളിറ്റി തന്നെയായിരിക്കും നമ്മുടെ വാക്കുകൾക്ക്. അതേപോലെ ചിന്തകൾ, നമ്മൾ കൺഫ്യൂഷനിലായിരിക്കുമ്പോൾ നമ്മളെ ചിന്തകളിൽ വികാരങ്ങളിലൊക്കെ വന്ന ഡ്യുവാലിറ്റീസിൽ പെട്ട് നമ്മൾ ഒരുപാട് നെഗറ്റീവ് എമോഷൻസ് ഒക്കെ ഉണ്ടാക്കി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. പക്ഷേ ശൂന്യത തിരിച്ചറിഞ്ഞാൽ ഞാൻ ആർക്ക് വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്ന, ഞാൻ അവിടെ നിൽക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോധം ഉണർന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ രീതി അഥവാ ചിത്തത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ഏതൊരു ബുദ്ധന്മാരുടെയും ചിത്തം എന്ന പോലെ ആ ഒരു എൻലൈറ്റൻഡ് മൈൻഡ് ആയിരിക്കും. അപ്പോൾ ഒരർത്ഥത്തിൽ ഓമിൽ അടങ്ങിയിരിക്കുന്ന ആ ഉ മാ എന്നത് നമ്മുടെ സാധാരണ ശരീരത്തെയും വാക്കിനെയും മനസ്സിനെയും കാണിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ അത് യാഥാർത്ഥ്യത്തിൽ നോക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിലുള്ളത് ഏതൊരു ബുദ്ധന്മാരെയും പോലെ ശുദ്ധമായ ആ ഒരു ദിവ്യമായ കായവാക്സത്വങ്ങൾ തന്നെയാണ് എന്ന തിരിച്ചറിവിനെയും കാണിക്കുന്നു. അപ്പോൾ ആ കൺഫ്യൂസ്ഡ് ആയതിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് പോകണം എന്നുള്ള നമ്മുടെ ആഗ്രഹവും അവിടെ വരുന്നു, ആ ഒരു ആറ്റിറ്റ്യൂഡും അവിടെ വരുന്നുണ്ട്. ഓക്കെ, ആ കായവാക്ചിത്തങ്ങൾ, ആ ശുദ്ധമായ കായവാക്ചിത്തങ്ങളെ വജ്ര കായവാക്ചിത്തങ്ങൾ എന്നും പറയാം. വജ്രം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? എന്തിനാ വജ്രം എന്ന് പറയുന്നത്? ആട് എന്ന് വെച്ചാൽ ഭയങ്കര കടുപ്പം എന്നുള്ളതല്ല, അത് മുറിക്കപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടാത്ത ഒന്നെന്നാണ് പൊതുവെ പറയുന്നത്. വജ്രത്തിന് മറ്റുള്ളതിനെ കട്ട് ചെയ്യാം, പക്ഷെ അതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇമേജിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ വജ്രകായം എന്ന് വെച്ചാൽ ആ കായം അനശ്വരമാണ്, അവിടെ അതിനെ തകർക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഭയങ്കര കട്ടിയുള്ളൊരു സാധനം ഇരിക്കുന്നു എന്നല്ല അർത്ഥം. അത് ശൂന്യമായതുകൊണ്ടും ശൂന്യതയുടെ എക്സ്പ്രഷൻ മാത്രമായതുകൊണ്ടും എല്ലാം അതിൽ കൂടെ കയറി ഇറങ്ങിപ്പോകും. അതിനകത്തൊന്നും നശിപ്പിക്കാനൊന്നും ഇല്ല അവിടെ, വേദനിക്കാനോ നശിപ്പിക്കപ്പെടാനോ ഒന്നും ഇല്ല അവിടെ. മനസ്സും സാധാരണ നമ്മൾ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്ന മനസ്സുണ്ടല്ലോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വേദനിക്കില്ല ആ മനസ്സിനെ, അല്ലേ? പക്ഷെ നമ്മുടെ മനസ്സ് ശൂന്യമാണെന്ന് അറിയുന്നിടത്ത് വേദനിക്കുകയൊന്നും ഇല്ല അവിടെ, എപ്പോഴും പരമസുഖമാണ്. ഓക്കെ, അതാ വജ്ര ചിത്തം. ഓക്കെ, ആ വിസ്തത്തിന്റെ പ്ലേ ആയിട്ടിരിക്കുന്നിടത്ത് പിന്നെ ഹർട്ട് ചെയ്യാനായിട്ടൊന്നും ബാക്കിയില്ല. സോ അതാണ് വജ്ര ചിത്തമാവുന്നത്. അങ്ങനെ വജ്ര കായ വാക്ചിത്തം. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഓം എന്ന വാക്ക് ആ ഉ മാ എന്നതിലൂടെ ആ കായ വാക്ചിത്തങ്ങളെ പ്രതിനിധീകരിക്കുന്നു. മണി എന്ന വാക്ക്, അടുത്ത വാക്ക് മണി. ഇത് നമ്മുടെ ക്യാഷല്ല, മണി എന്ന് പറയുന്നത് ചിന്താമണിയാണ്. ചിന്താമണി എന്ന് വെച്ചാൽ ഒരു അപൂർവമായ രത്നം ആണ്. ആ രത്നം ഞാൻ കണ്ടിട്ടില്ല, ഒരു മിത്തിക്കൽ രത്നമാണ്. ഓക്കെ, ആ മിത്തിക്കൽ രത്നത്തെ കുറിച്ച് പറയുന്നത് ഇതാണ്. ഇതുപോലെ ഇങ്ങനെയും പറയും, മറ്റേ എന്താണ് നാഗമാണിക്യം എന്നൊക്കെ പറയില്ലേ? ഓക്കെ, കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ നാഗലോകത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു നാഗമാണിക്യം കിട്ടും. നാഗമാണിക്യം എവിടെയെങ്കിലും നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട്, പിന്നെ നല്ല മധുരമുള്ള വെള്ളത്തിൽ കഴുകി, പിന്നെ പാലൊക്കെ ഒഴിച്ച് കഴുകുക. അതെല്ലാം കഴിഞ്ഞിട്ട് അതിങ്ങനെ എടുത്ത് പൂജാമുറിയിൽ വെച്ചിട്ട് അതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ആഗ്രഹം പറഞ്ഞാലും അതൊക്കെ നടക്കുന്ന പറയുന്നത്. അതുകൊണ്ട് ചിന്താമണി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ചിന്താമണി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ യഥാർത്ഥ ഒരു ചിന്താമണി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ തന്നെ ബോധിചിത്ത, അൾട്രൂയിസ്റ്റിക് മൈൻഡ്. നമ്മൾ എല്ലാവരെയും ബെനിഫിറ്റ് ചെയ്യുന്ന, ഞാൻ അപരൻ എന്ന ഭേദമില്ലാത്ത ആ ഒരു മഹാകരുണ ഉള്ളിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് എല്ലാവരുടെയും സർവ്വ ദുഃഖങ്ങളും മാറ്റുന്നതിന് വേണ്ടി ഞാൻ ഉണരുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കുന്ന ഒന്നായിട്ട് മാറുന്നു. അപ്പം നാഗമാണിക്യം കിട്ടിയില്ലെങ്കിലും ഈ ചിന്താമണി നമുക്കൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരു ചിന്താമണിയാണ്. ചിന്തയെ ഉണ്ടല്ലോ, ചിന്തയെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ആ അമൂല്യ രത്നമാണ്. ആ അമൂല്യ രത്നം ആണ് ആ മണി എന്ന് പറയുന്ന ഇവിടെ വാക്കില്. ഓക്കെ,
സോ അതായത് നമ്മൾ പൊതുവേ നമ്മൾ ഒരു തരം സെൽഫ് ക്ലിങ്ങിങ് വെച്ച് സ്വാർത്ഥതയോടുകൂടി ലോകത്ത് ഇടപെടുമ്പോഴത്തേക്ക് ആ സ്വാർത്ഥതയുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് നെഗറ്റിവിറ്റീസ് ലോകത്തുണ്ടാവുന്നു, പലതരം വൈകാരികതകൾ ഉണ്ടാവുന്നു. അതിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ട് ബുദ്ധിമുട്ടുകളിൽ കൂടെ പോകുന്നു, ഒരുപാട് അനുഭവിക്കുന്നു. സ്വാർത്ഥതയുടെ പുറത്ത് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് നെഗറ്റീവ് കർമ്മങ്ങളാകുന്നു, അതിൻ്റെ സഫറിങ് അനുഭവിക്കുന്നു. അപ്പൊ അതിന് പകരം അവിടെ കരുണ, മഹാകരുണയാണ് നമ്മുടെ ഉള്ളിൽ നിറയുന്നതെങ്കിൽ ആ കരുണ നമുക്ക് നല്ലതാണോ മോശമാണോ? ആ നല്ലത് തന്നെ, ഉറപ്പാണല്ലോ അല്ലേ? ചിലർ പറയും കരുണ ഭയങ്കര വീക്ക്നെസ് ആണെന്ന്. നല്ലതെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ആ ഓക്കെ. സോ ആ മഹാകരുണ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്ട്രോങ് ആവുക ചെയ്യുന്നത്, വീക്ക് ആവുകയല്ല ചെയ്യുന്നത്. അപ്പൊ ആ കരുണയിൽ നമ്മുടെ തന്നെ ഉള്ളിൽ നന്മയാണ് നിറയുന്നത്, അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആവുള്ളൂ. അതേസമയം ബാക്കിയുള്ളവർക്ക് അത് പോസിറ്റീവ് ആവുള്ളൂ. സോ അത്തരം ഒരു രത്നമാണ് ഈ മണി. ഓക്കെ. നോ അടുത്ത വാക്ക് പത്മം. പത്മം എന്ന് വെച്ചാൽ താമര. താമരയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെളിക്കുണ്ടിലാണ് വളരുന്നത്. ചെളിക്കുണ്ടില് ചെളി വേണം അതിന്. ആ ചെളിയിൽ നിന്ന് പക്ഷെ മൊട്ടിങ്ങനെ പുറത്തു വന്ന് വിരിയുമ്പോൾ അതിൽ ചെളി പിടിച്ചിട്ടില്ല. വളരെ നിർമ്മലമായ പുഷ്പമായിട്ട് അവിടെ നിൽക്കുന്നത്. അതുപോലെ ഈ സംസാര ചക്രത്തില് എല്ലാത്തിലും ഇടപെട്ട് ബെനിഫിറ്റ് ചെയ്യുമ്പോഴും ഉള്ളില് ഒരിക്കലും ചെളി പിടിക്കാത്ത ആ നൈർമല്യം, ബുദ്ധത്വത്തിൻ്റെ നൈർമല്യം നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയുക എന്ന് പറയുന്നത്. അതായത് ആ ബുദ്ധജ്ഞാനം, ആ അബ്സല്യൂട്ട് ട്രൂത്ത്, പരമാർത്ഥം, ആ പരമാർത്ഥത്തിൻ്റെ റെക്കഗ്നിഷനെയാണ് അവിടെ പത്മേ, പത്മ എന്ന് പറയുന്നത്. മറ്റൊരു ലിറ്ററൽ മീനിങ്ങിൽ ഇങ്ങനെയും വേണമെങ്കിൽ പറയാം, ആ മണി, ചിന്താമണി വികസിച്ച് പൂർണ്ണ ബോധോദയത്തിലേക്ക് പോകട്ടെ എന്ന്. ആ വികസിക്കുന്നതിനെ കുറിച്ച്, ആ ബ്ലോസമിങ്ങിനെ കുറിച്ചും പത്മ എന്ന് പറയാം. പക്ഷെ കുറച്ചുകൂടെ ആഴത്തിലുള്ള അർത്ഥത്തിൽ പത്മ എന്ന് പറയുന്നത് ആ പരമാർത്ഥ ജ്ഞാനത്തെ പ്രതിനിധീകരിക്കുന്നു. ഒരർത്ഥത്തിൽ ജ്ഞാനവും ഉപായവും ചേർന്ന് പോകുമ്പോൾ ആണ് മെത്തേഡ് ആൻഡ് വിസ്റ്റം, അത് ചേർന്ന് പോകുമ്പോഴാണ് നമുക്ക് അവേക്കനിങ്ങിലേക്ക് പോകാൻ പറ്റുക. ആ ഉപായം അഥവാ മെത്തേഡ് എന്ന് പറയുന്നതിൽ ആണ് പ്രധാനമായിട്ട് കരുണയും ബോധിചിത്തയും ഒക്കെയും വരുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളത്, അതിൻ്റെ പെർഫെക്ഷനാണ് ആ ചിന്താമണി എന്ന് ആദ്യം പറഞ്ഞ ഭാഗം, മണി. അതേസമയം അതിന് ഉള്ളിൽ ഉദിക്കുന്ന ആ ജ്ഞാനം, നമ്മൾ ആ നൈർമല്യത്തിലെത്തിക്കുന്ന ആ പരമാർത്ഥത്തിൻ്റെ ജ്ഞാനം, അത് അവിടുത്തെ പരമാർത്ഥിക സത്യം അഥവാ പത്മമായിട്ട് വരുന്നു. അപ്പോൾ ഒന്ന് വ്യവഹാരത്തിൽ നമ്മൾ കൊണ്ടുവരുന്ന പെർഫെക്ഷൻ, രണ്ടാമത്തേത് പരമാർത്ഥം, മണിയും പത്മവും. ഓക്കെ. സോ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ബുദ്ധനാകാൻ പോകുമ്പോൾ നമ്മളെ ആ മഹാകാരുണ്യത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തികൾ, ആ പരമിതകളിലും ഒക്കെയും പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ആ ചതുരപരിമേയ ഭാവനകൾ വളർത്തുന്നു, 6 പരമിതകൾ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ വഴി ആ പ്രവർത്തനത്തിൽ കൂടി പറഞ്ഞ ഈ മെരിറ്റ്, പുണ്യം, ആ പുണ്യത്തിലൂടെയാണ് നമ്മൾ രൂപകായ ബുദ്ധനെ പോലത്തെ ആ ദിവ്യമായ ആ പ്രസൻസിൽ നമ്മൾ സ്വയം ആയിത്തീരുന്നതെന്ന് പറയാം. ഓക്കെ. അതേസമയം വിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ട്രൂ നേച്ചറിൻ്റെ റെക്കഗ്നീഷൻ, നമ്മൾ യഥാർത്ഥത്തിൽ ഇതാണല്ലോ എന്നുള്ള ആ റെക്കഗ്നീഷൻ വരുന്നിടത്താണ് ധർമ്മകായം ഡെവലപ്പ് ചെയ്യുന്നത്. ധർമ്മകായം രൂപകായം അറിയാവുന്നവർക്ക്. ധർമ്മകായ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ള എല്ലാത്തിൽ നിന്ന് ഫ്രീ ആകുന്ന ഉള്ളിൽ റിയലൈസേഷൻ. രൂപകായ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബെനിഫിറ്റ് ചെയ്യാൻ ഒരു സമ്പൂർണ്ണ ബുദ്ധനായിട്ട് നിലനിൽക്കുന്ന പല രൂപങ്ങളും ഭാവങ്ങളും ശബ്ദങ്ങളുമായിട്ടൊക്കെ നമ്മൾ നിലനിൽക്കുന്നതൊക്കെ രൂപകായം. ഓക്കെ. ആ ഉള്ളിലെ റിയലൈസേഷൻ ധർമ്മകായം. ഓക്കെ. ഇനി ഹൂ എന്ന അക്ഷരം ഈ കരുണയും പ്രജ്ഞയും, അല്ലെങ്കിൽ ഉപായവും പ്രജ്ഞയും അഭേദ്യമായി ഒന്നിപ്പിക്കുക വഴിയാണ് നാം ആദ്യം പറഞ്ഞ ഓമിലൂടെ പറഞ്ഞ വജ്രകായ വാക്ചിത്തങ്ങൾ. അത് സാധ്യമാകുന്നത്
മണിയുടെയും പത്മത്തിൻ്റെയും അഭേദ്യമായ ഒരുമിക്കലിലൂടെയാണ്. കരുണയുടെയും പ്രജ്ഞയുടെയും അഭേദ്യമായി ഒരുമിച്ച് അതിനെ കൊണ്ടുപോകുന്നതിലൂടെയാണ് ആ വജ്രകായചിത്തം സാധ്യമാകുന്നതെന്ന് ആണ് ഓമിൻ്റെ അർത്ഥം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതങ്ങനെ അങ്ങ് സ്റ്റെബിലേറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ സോ ബി ഇറ്റ് എന്നൊരർത്ഥവും അവിടെ എടുക്കാം. ഇനി മണി പത്മ എന്നതിന് വേറെയും ഒരു അർത്ഥം കൊടുക്കാം. അവലോകതീശ്വരൻ തന്നെയാണ് മണി പത്മ, പത്മത്തിലെ മണി എന്ന് അർത്ഥം കൊടുക്കാം. പത്മ എന്നാൽ ആ ധർമാകാശ, പരമാർത്ഥത്തിൻ്റെ സ്പേസ്. ആ പരമാർത്ഥത്തിൻ്റെ സ്പേസിൽ ആ മഹാകരുണയോടെ വന്നെത്തുന്നതെന്തോ അതാണ് അവലോകതീശ്വരൻ. അപ്പോൾ ആ റിയാലിറ്റിയുടെ സ്പേസിൽ മഹാകരുണ അവതരിക്കുന്നത് അവലോകതീശ്വരൻ. അങ്ങനെ ആ പത്മത്തിൽ മണി ആയിട്ട് വരുന്നതാണ് അവലോകതീശ്വരൻ എന്ന അർത്ഥത്തിൽ മണി പത്മ എന്ന് പറയുന്നത് അവലോകതീശ്വരൻ തന്നെയാണ്. ഒരു പത്മത്തിനുള്ളിൽ ഇങ്ങനെ ഒരു വളരെ അപൂർവമായ മണിക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു. ആ പൂ ഇങ്ങനെ വിടർന്ന് വരുമ്പോഴത്തേക്ക് അവിടെ ആ മഹാകരുണയുടെ മൂർത്തിമദ്ഭാവമായ അവലോകതീശ്വരൻ വരും നമ്മുടെ ഉള്ളിൽ. പുറത്ത് മാത്രമല്ല, നമ്മളിലും അതുപോലെ ആ ലോട്ടസ് ഇങ്ങനെ വിരിഞ്ഞ് നമ്മുടെ ആ എൻലൈറ്റ്മെന്റ്, ആ ലോട്ടസ് തന്നെ നമ്മുടെ എൻലൈറ്റ്മെന്റ് ആകുന്നു. അതിൽ നിന്ന് എല്ലാ ബീയിങ്സിനെയും ബെനിഫിറ്റ് ചെയ്യാനുള്ള പല ബുദ്ധ ആക്ടിവിറ്റീസും ബുദ്ധ ഫോംസും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നു. അപ്പോൾ ഈ അർത്ഥം മനസ്സിരുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും കുറച്ചൊന്ന് ചാൻറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ക്ലിയർ ആണോ? സോ വി വിൽ ആൾസോ റെസൈറ്റ് എ ഫ്യൂ ടൈംസ് sometime by reflecting upon this meaning, that is, Om is body, speech, mind. May I attain that pure Buddha body, speech and mind. And how do I attain? Through Mani and Padma, and through its inseparable unity in the practice. That is through whom. Okay? So Mani is this the method or compassion. Padma is wisdom. Through the inseparable unity of that in whom may I reach that awakening. തലയ്ക്ക് മുകളിലുള്ള ശൂന്യതയുടെ സ്പേസിൽ ഒരു മുഴം മുകളിലായിട്ട് ആ ശൂന്യതയിലൊരു വെള്ള താമരപ്പൂ ചിന്തിക്കുക. അതിന് മുകളിലൊരു ചന്ദ്രബിംബമുണ്ട്, ഒരു വെള്ള നിർമ്മലമായ ചന്ദ്രബിംബം, കുണ്ടും കുഴികളുള്ളതല്ല, വളരെ ആ ഒരു കൂളിംഗ് വൈറ്റ് കളറിലുള്ള ഒരു ചന്ദ്രബിംബം. അതിന് മുകളിൽ ഹ്രീ എന്ന ബീജാക്ഷരം ആര്യ അവലോകതീശ്വരനായി മാറുന്നു. അവലോകതീശ്വരന് 4 കൈകളുണ്ട്. 2 കൈകൾ ഇങ്ങനെ ഹൃദയസ്ഥാനത്തായിട്ട് അഞ്ജലി മുദ്രയിലാണ്. സർവ ബുദ്ധന്മാരുടെയും മഹാകാരുണ്യത്തെയും ബ്ലെസ്സിങ്ങിനെയും കൃപാവർഷത്തെ എല്ലാ ജീവജാലങ്ങളുടെയും ദുരിതങ്ങളുടെ മോചനത്തിലേക്കായിട്ട് ഇൻവോക്ക് ചെയ്യുന്നതിനായിട്ടാണ് ഇങ്ങനെ കൈ വച്ചേക്കുന്നത്. അതിൽ ആ കൈകൾക്ക് നടുക്കായിട്ടൊരു ചിന്താമണി ഉള്ളതായിട്ടും സങ്കല്പിക്കാം. അവലോകതീശ്വരന്റെ അടുത്ത വലത് കൈയിൽ ഒരു ക്രിസ്റ്റൽ മാല ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. ഇടത് കൈയിൽ ഒരു താമരപ്പൂവും പിടിച്ചിരിക്കുന്നു. ആ ക്രിസ്റ്റൽ മാല അനാദി തൊട്ട് അന്ത്യമില്ലാത്ത പ്രതീതി സമുദ്വാദത്തിൻ്റെ കാര്യകാരണങ്ങളാൽ വന്നു പോകുന്ന വ്യാവഹാരിക അനുഭവങ്ങളുടെയും അതിനെ തിരിച്ചറിവിലൂടെ നമുക്ക് ശുഭകരമാക്കാമെന്നുള്ളതിനെയും പ്രതിനിധീകരിക്കുന്നു. ഇടത് കൈയിലെ താമര അബ്സല്യൂട്ട് ട്രൂത്തിനെ, പരമാർത്ഥത്തെ, ആ ശൂന്യതയുടെ ജ്ഞാനത്തെയും പ്രതിനിധീകരിക്കുന്നു. അവലോകതീശ്വരൻ വളരെ വേഷാഭൂഷങ്ങൾ, രാജകീയമായ രത്നങ്ങളൊക്കെയുള്ള കിരീടങ്ങളും പട്ടുവസ്ത്രങ്ങളും പിന്നെ ഒരു മാൻതോല്, കമ്പാഷൻ്റെതായിട്ട് കൃഷ്ണമൃഗത്തിൻ്റെ തോല് മഹാകരുണയുടെ സിമ്പിളായിട്ടൊക്കെ ധരിച്ചിട്ടുണ്ട്. സർവബുദ്ധന്മാരുടെയും മഹാകരുണയുടെ സംഗ്രഹമായിട്ട് ശിരസിന് മുകളിലായിട്ട് അവലോകതീശ്വരനെ രീതിയിൽ കാണുക. ദെൻ
Let's recite the mantra with this idea that may I purify my body, speech, and mind. May I attain that indestructible true nature of body, speech, and mind as the Buddha body, speech, and mind. And may I do this by engaging in Mani and Padma, the compassion and wisdom, and by inseparably uniting it through whom. Om Mani Padme Hum. 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 Mani Padme Hum. Om Mani Padme Hum. Om Mani Padme Hum. Om Mani Padme Hum. Mani Padme Hum. Om Mani Padme Hum. Om Mani Padme Hum. Om Mani Padme Hum. Mani Padme Hum. Om Mani Padme Hum. Om Mani Padme Hum. Om Mani Padme Hum. Mani Padme Hum. Mani Padme Hum. Padme Hum. Mani Padme Hum. Om Mani Padme Hum. Mani Padme Hum. Mani Padme Hum. ഈ മന്ത്രം ജപിക്കുമ്പോൾ അവലോകദർശനി എന്ന 5 നിറങ്ങളിലുള്ള പ്രകാശകിരണങ്ങൾ വന്ന് നമ്മളിലും മറ്റെല്ലാ ജീവജാലങ്ങളിലും ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തിലേക്കുള്ള ഉണർവ് വരുത്തുന്നതായിട്ട് ചിന്തിക്കുക. സമർപ്പിക്കുക. കിട്ടിയോ? മനസ്സിലായല്ലോ? സോ ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരു കൺസെപ്ഷൻ ലൈൻ അല്ല. അതായത് അയ്യോ ഓമിലെത്തണമെങ്കിൽ ഈ ഓം തന്നെയാണ് ഓമാഹും എന്ന് പറയുമ്പോൾ ബോഡി സ്പീച്ച് മൈൻഡായിട്ട് 3ആയിട്ട് പറഞ്ഞാൽ ഓമാഹും വരും. അതിലെത്തണമെങ്കിൽ ഞാൻ കരുണ ഡെവലപ്പ് ചെയ്യണം, പ്രജ്ഞ ഉണ്ടാക്കണം, അയ്യോ അതൊക്കെ ഇനി ചെയ്യണം എന്ന ചിന്തയല്ല. ഇത് മന്ത്രമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ മന്ത്രം ഉച്ചരിക്കുന്നതിലൂടെ തന്നെ ആ കരുണയും പ്രജ്ഞയും ഒക്കെ ആ ബ്ലെസ്സിങ്ങിലൂടെ നമ്മളിൽ ഉദിക്കുന്നതാണ് എടുക്കേണ്ടത്. അല്ലാതെ അർത്ഥം മനസ്സിലായി ഇനി വേറെന്തോ ചെയ്യാനുണ്ടെന്നുള്ള രീതിയിലല്ല, ആ ബ്ലെസ്സിങ്ങോട് കൂടി നമ്മളതിനെ ഉൾക്കൊള്ളണം. ക്ലിയർ? എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? മൈൻഡിൽ മാത്രമായാലത്ര എഫക്റ്റീവ് അല്ല. കാരണം മന്ത്രം പറയുമ്പോൾ നമ്മളൊരല്പം എഫർട്ട്, ആ ശ്വാസം സംസാരിക്കുന്നതിനനുസരിച്ച് മോഡുലേറ്റ് ചെയ്യുന്നൊരു എഫർട്ട് ഇല്ലേ, ഇങ്ങനെ ഇരുന്ന് പറയാതെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ശ്വാസം മൂവ് ചെയ്യുന്നതിലൊരു വ്യത്യാസം വരുത്തുമല്ലോ, അത് വരണം. പിന്നെ ചെറുതായിട്ടൊന്ന് നമുക്ക് കേൾക്കാൻ പറ്റണം. കാരണം ആ ശബ്ദം തന്നെ ബുദ്ധനാണ്. ആ ശബ്ദം നമുക്കൊന്ന് കേൾക്കാൻ പറ്റിയല്ല ബെസ്റ്റ്. പക്ഷെ വളരെ ഉറക്കെ ആവേണ്ട കാര്യമില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു വിസ്പറിങ് സൗണ്ട്. കാര്യം ആ ബ്ലെസ്സിങ് ശബ്ദത്തിലൂടെ നമുക്ക് എത്താൻ പറ്റണം. നമ്മൾ പ്രകാശധാര ഇമാജിൻ ആണല്ലോ ചെയ്യുന്നത്, പക്ഷെ ശബ്ദം നമുക്ക് കേൾക്കാം. അപ്പൊ ആ കേൾക്കുന്നതിൽ ബ്ലെസ്സിങ് ഉണ്ട്. നമ്മൾ തന്നെയാണ് പറയുന്നെങ്കിൽ പോലും ആ ശബ്ദം കേൾക്കുന്നതിൽ ബ്ലെസ്സിങ് ഉണ്ട്. അപ്പോൾ ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്ന അത്രയെങ്കിലും വരണം. അപ്പോഴാണ് ബെസ്റ്റ് ആവുന്നത്. ബ്രീത്തിങ് ആയിട്ട് സിങ്ക്രണൈസ് ചെയ്യണ്ട, പക്ഷെ താനേ നമ്മൾ സംസാരിക്കും ബ്രീത്ത് വരെയുമ്പോൾ ചെയ്യുന്നില്ലേ, ആ രീതിയിലൊക്കെ നടന്നോളൂ. ഇങ്ങനെ ബ്രീത്ത് എവിടെ നിർത്തണം എന്ന് പ്രത്യേകം നോക്കണ്ട, താനേ നടന്നോളൂ.
ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞുകൊണ്ടിരുന്ന മതി ഓം മണി മണി 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 ഓം മണി മണി. പക്ഷെ നമുക്ക് ഇങ്ങനെ തിരിച്ച് കേൾക്കാൻ പറ്റണം, ഒരു മുഴക്കമായിട്ടെങ്കിലും കേൾക്കാൻ പറ്റണം. അതിന്റെ ബ്ലെസ്സിങ്, ആ ശബ്ദം ഇങ്ങനെ കാതുകളിൽ കൂടെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലും പുറത്തും ഒക്കെ നിറയുന്ന ആ ശബ്ദം കൊണ്ട് ഇങ്ങനെ പ്രകമ്പനം കൊണ്ട് നമ്മളും നമ്മുടെ ചുറ്റുപാടും ലോകം തന്നെയും ആ ശബ്ദത്തിൽ പ്രകമ്പനം കൊള്ളുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകാൻ കഴിയണം. ഓക്കെ. സോ ഇനി മറ്റൊരു അർത്ഥത്തിലേക്ക് കടന്നു പോയാൽ, ഓരോ അക്ഷരങ്ങൾ എടുത്തിട്ട് അതിന് മറ്റൊന്ന് രണ്ട് പല അർത്ഥങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ട് അർത്ഥങ്ങൾ കൂടി പറയാം. ഷഠാക്ഷരി മന്ത്ര എന്ന് പറയാം. 6 അക്ഷരമുള്ള മന്ത്രമായത് ഓം മാ നീ പാ മേ ഹും. ഈ 6 അക്ഷരങ്ങൾ, ഈ മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങളും ഷഡ് ലോകങ്ങളിൽ ഓരോന്നിനെയായി ശുദ്ധീകരിക്കുന്നു. ഷഡ് ലോകങ്ങൾ നേടിയിട്ടുണ്ടോ? അല്ല, ഷഡ് ലോകങ്ങൾ. ചക്രങ്ങളുമായിട്ടും ബന്ധമുണ്ട്, പക്ഷെ ഷഡ് ലോകങ്ങൾ, നമ്മൾ അറിയുന്ന 6 ലോകങ്ങൾ ഏതൊക്കെയാ? So another meaning is that it purifies the 6 realms, the 6-syllable mantra. This is called a 6-syllable mantra, and the 6 syllables purify the 6 worlds. Okay? ഏതൊക്കെയാ? അതല്ല, അല്ല. സ്വർഗം, ദേവലോകം, അസുരലോകം, മനുഷ്യലോകം, മൃഗങ്ങളുടെ ലോകം, പിന്നെ പ്രേതലോകം, നരകലോകം. ഓക്കെ. ഈ 6 ലോകങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ ജന്മാന്തരങ്ങളിലൂടെയുള്ള യാത്രയിൽ വീണ്ടും 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 എത്തുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല എവിടെയൊക്കെ പോയിന്ന്. പക്ഷെ ഈ 6 നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവരൊരിക്കലായിട്ട്. നമ്മുടെ ഉള്ളിൽ ഇതിലൊക്കെ പോകാനുള്ള കർമ്മങ്ങൾ കിടപ്പുണ്ട്, അതിനൊക്കെയുള്ള എമോഷൻസ് കിടപ്പുണ്ട്. അപ്പോൾ അത് ഏതാണ് ഓരോ സമയത്ത് നമ്മുടെ മരണസമയത്ത് വരുന്നതനുസരിച്ച് നമ്മൾ ഇതിലെവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാറുണ്ട്. അതാണ് സംസാര ചക്രം. അപ്പോൾ ഈ സംസാര ചക്രത്തിലെ ഈ 6നെയും ശുദ്ധീകരിച്ച് പകരം അതെല്ലാം പ്യുവറിയമായി മാറുന്നു. അപ്പോൾ ഈ മന്ത്ര ചൊല്ലുമ്പോൾ നമ്മൾ സത്യത്തിൽ ഈ ഇതിന് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഓരോ ലോകത്തെ നമ്മൾ ശുദ്ധീകരിച്ചു, ആ ലോകത്തെ എല്ലാ ജീവജാലങ്ങളെയും അവരുടെ വേദനകളെയും ദുരിതങ്ങളെയും ഒക്കെ ശുദ്ധീകരിക്കുന്നു. ഈ മന്ത്രം പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാം, അതൊക്കെ ശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ പുറത്ത് ആ ഓരോ ലോകത്തിലെയും ജീവജാലങ്ങളുടെ ഒക്കെയും ദുരിതം ശുദ്ധീകരിക്കുന്നു. അകത്ത് ആ ലോകങ്ങളിലേക്ക് പോകാനായി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ബീജങ്ങളെ ശുദ്ധീകരിക്കുക. ഓക്കെ. അപ്പൊ ഈ 6 പോകാതാവും. അപ്പൊ അതിലേക്ക് പോവാം. ഓക്കെ. ഈ 6 റിയങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ ഓരോ എമോഷണൽ സ്റ്റേറ്റുമായിട്ട്, ക്ലേശങ്ങൾ അഥവാ വൈകാരികതകളായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതിലാദ്യത്തെ അക്ഷരം ഓം എന്ന അക്ഷരം ദേവലോകത്തെ പ്യൂരിഫൈ ചെയ്യുന്നു. ദേവലോകത്ത് എന്താ പ്രശ്നം? എന്താ? അവിടെ സുഖഭോഗങ്ങളിൽ ഇങ്ങനെ മതിച്ചിരിക്കുന്നു. അവിടെ ജനറലി സുഖമാണ്, പക്ഷെ ആ ഒരു ഞാൻ എന്ന ആ ഒരു ബോധത്തിന്റെ ആ മതിക്കുന്ന ഒരു ഫാക്ടറുണ്ട്. ഒരു അഹം എന്ന ഒരു ഭാവവും അതിൽ മതിച്ച് ആ സുഖഭോഗങ്ങളിലിരുന്ന് ബാക്കിയൊക്കെ മറന്നുപോയി നല്ല കർമ്മങ്ങളുടെ ഫലം ഇങ്ങനെ അനുഭവിച്ച് അവസാനം ഒരു ദിവസം താഴോട്ട് വീഴുന്ന ആ ഒരു ഇതാണ് ദേവലോകത്തിൽ ഉള്ളത്. അപ്പോൾ ഇരിക്കുന്ന കുറേ കാലം സുഖമാണ്, പക്ഷെ ആ സുഖിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പഴയ പല കർമ്മങ്ങളും തീർന്നു പോയാൽ അതെല്ലാം തീർന്ന് ബാങ്ക് അക്കൗണ്ട് കാലിയാകുമ്പോഴത്തേക്ക് തിരിച്ച് താഴോട്ട് വീഴും. അപ്പോൾ ആ സഫറിങ് അവരറിയുന്നില്ല അവർ സഫർ ചെയ്യുകയാണെന്ന്. അവരുടെ ആ ജന്മത്തിന്റെ അവസാനം എത്തുമ്പോഴേ അവരറിയുന്നുള്ളൂ തീർന്നു വീഴാൻ പോവുകയാണ്. അപ്പോൾ വലിയ സഫറിങ്. പക്ഷെ അതും സഫറിങ് ആണെന്ന് അറിഞ്ഞ് അതും പ്യൂരിഫൈ ചെയ്യുന്നു. അവർ അവിടെ നിന്നും പ്യുവറായിട്ട് ഫാദർ ആ അവേക്കനിങ്ങിലേക്ക് പോയി കംപ്ലീറ്റ്ലി ഫ്രീ ആവട്ടെ. ഓക്കെ. അപ്പോൾ ആ പ്രൈഡ് അഥവാ ആ ഒരു ഇൻടോക്സിക്കേഷൻ, അതിൻ്റെ എമോഷൻ ആണ് അവിടെ പ്യൂരിഫൈ ചെയ്യുന്നത്. ഈ തരം സഫറിങ്ങിനെയും പ്യൂരിഫൈ ചെയ്യുന്നു. അതുവഴി നമ്മൾ ആ ലോകത്തെ പ്യൂരിഫൈ ചെയ്യുന്നു, ഉള്ളിൽ അതിൻ്റെ ബീജങ്ങളെയും പ്യൂരിഫൈ ചെയ്യുന്നു. ഓക്കെ. അത് ഓമില്. മ എന്നതിൽ അസുര ലോകത്തെ പ്യൂരിഫൈ ചെയ്യുന്നു.
അവിടെ എന്താ പ്രശ്നം? ആ എന്താ എന്താ സു- ആ അവിടുത്തെ പ്രശ്നം ജലസിയാണ്, ഈർഷ്യാണ്. സുഖങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നോക്കുമ്പോൾ മുകളിൽ ഒരു 18 സൂചിച്ചിരിക്കുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഭയങ്കര കോമ്പറ്റീഷനാണ്. അതിന്റെ പുറത്തുള്ള യുദ്ധങ്ങളും കലഹങ്ങളും ഇപ്പൊ ഇവിടെ നടക്കുന്ന തരം കാര്യങ്ങളൊക്കെ പോലെ ആണ്. ആ, കൂടുതലുള്ളവർക്ക് നടക്കുന്ന കാര്യങ്ങളില്ലേ, ഇപ്പൊ വലിയ ബിസിനസ്സുകാർക്ക് ഒരിക്കലും സന്തോഷം കിട്ടില്ല. എല്ലാം ഉണ്ട്, പക്ഷെ വേറെ ആരെങ്കിലും അതിന് മുമ്പ് പോകുന്ന പേടിക്കാതിരിക്കാൻ പറ്റില്ല അവർക്ക്. ഒരാൾ മുമ്പ് പോയാൽ എല്ലാം തകർന്നു. അപ്പൊ അവർ സ്റ്റക്കായിരിക്കുന്നത് അതിലാണ്, എങ്ങനെയെങ്കിലും വെട്ടിപ്പിടിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതിലാണ് സ്റ്റക്കായിരിക്കുന്നത്, അല്ലേ? ആ ഒരു ഈർഷ്യ, മത്സരബുദ്ധി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ, അതുകൊണ്ട് ദുരിതം. എല്ലാം ഉണ്ടെങ്കിലും ദുരിതമാണ്. ഓക്കെ, സോ ആ ദുരിതങ്ങളിൽ നിന്ന്, ആ ഒരു റെസ്റ്റ്ലെസ്നെസ്സിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു, ശാന്തമാക്കുന്നു. മാ എന്നതില് ഉള്ളില് അതിലേക്ക് പോകാനുള്ള ആ മത്സരബുദ്ധിയും ഈർഷ്യയും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയുന്നു. ഓക്കെ, മനുഷ്യനെ വിട്ടിട്ട് അടുത്തലോട്ട് പോകാൻ തൽക്കാലം. മനുഷ്യനെ അറിയാലോ പ്രശ്നങ്ങള്, അല്ലേ? ഓക്കെ, അതിലേക്ക് തിരിച്ചു വരാം. അനിമൽ റിയ, അനിമൽ റിയമിൽ എന്താ പ്രശ്നം? എന്താ? അതെ, തിരിച്ചറിവുകൾ കുറവാണ്, അല്ലേ? ഭയം ഭയങ്കരമാണ്. കൊല്ലുക, തിന്നുക, തിന്നപ്പെടുക, കൊല്ലപ്പെടുക, അല്ലേ? ഓരോ മൃഗവും മറ്റൊന്നിനെ പിടിക്കുന്നു. ചെറിയ മീൻ വലിയ മീൻ, അല്ല വലിയ മീൻ ചെറിയ മീനിനെ പിടിക്കുന്നു, അതിനേക്കാൾ വലിയ മീൻ പിടിക്കുന്നു, അല്ലേ? എലിയെ പൂച്ച പിടിക്കുന്നു, പൂച്ചയെ പട്ടി പിടിക്കുന്നു, ഇങ്ങനെ. എന്നാൽ പട്ടിക്ക് സ്വസ്ഥതയുണ്ടോ? അതിനും ഇല്ല. ഓരോരുത്തരും ഒരു ഭയത്തിലാണ് കഴിയുന്നത്, വേറെ ആരോ എന്താ ചെയ്തു കളയുന്നുള്ള ഭയത്തിൽ കഴിയേണ്ടി വരുന്നു. അതേസമയം ആഴത്തിൽ ചിന്തിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ഒരു ഇതുമില്ല. ഒരുതരം ആ, മോഹം എന്ന് പറയും, ഒരു ക്ലോസ് മൈൻഡഡ്നെസ്, ഒരു പരിധിക്ക് അപ്പുറത്തെ കാര്യങ്ങളിലേക്ക് കടന്നുപോയി നോക്കാനുള്ള മടി, ഇതും അവിടെയുണ്ട്. ഈ തരം എമോഷൻസ് കാരണം അവർ സഫർ ചെയ്യാതെ. ഓക്കെ, അപ്പോൾ ആ എല്ലാ സഫറിങ്ങും മാറ്റുന്നു. അത്തരം എമോഷൻസ് നമ്മുടെ ഉള്ളിലുണ്ട്, അതിനെയും പ്യൂരിഫൈ ചെയ്യുന്നു. അതിന്റെ ബീജങ്ങളെ, അങ്ങോട്ട് പോകാനുള്ള ബീജങ്ങളെയും പ്യൂരിഫൈ ചെയ്യുന്നു. പിന്നെ മേ എന്നത് പ്രേതലോകത്തെ പ്യൂരിഫൈ. പ്രേതം എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമാണ്. നമ്മൾ തെറ്റിദ്ധരിക്കും, പ്രേതം എന്ന് വെച്ചാൽ ഭീകര ജീവികളാണെന്ന്. പ്രേതം എന്ന് വെച്ചാൽ ഭീകര ജീവികളല്ല, അങ്ങനെയും ചിലതുണ്ടെന്നേ ഉള്ളൂ. പ്രേതം എന്ന് വെച്ചാൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ നടക്കാതെ അലഞ്ഞു നടക്കുന്ന, അവരുടെ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്ന ആഗ്രഹങ്ങൾ പോലും ഇങ്ങനെ അവർ അതിനുവേണ്ടി ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ ഒരിക്കലും ആ ആഗ്രഹങ്ങളുടെ അടുത്ത് എത്തിപ്പെടുന്നില്ല. ആ എത്തിപ്പെടാത്തതിന്റെ പുറത്ത് അവരിങ്ങനെ സഫർ ചെയ്തുകൊണ്ടേയിരിക്കുക. സോ പലതരം പ്രേതങ്ങളുണ്ട്. കടുത്ത വിശപ്പും ദാഹവും, വലിയ വയറ്, പക്ഷെ ഒരു സൂചി പോലത്തെ വാ, അകത്തൊന്നും കയറില്ല. സൂചി മുഖ എന്ന് പറയുന്ന ഒരു തരം പ്രേതമാണ്. മറ്റു ചിലത് ഇങ്ങനെ ദാഹം, ദാഹം കാണുമ്പോൾ അങ്ങ് അകലെ ജലം കാണുന്നു, കഷ്ടപ്പെട്ട് അങ്ങോട്ട് നടക്കും. നടന്ന് നടന്ന് അവിടെ എത്തുമ്പോൾ ജലത്തിന് പകരം അവിടെയൊക്കെ ആകെ ഇങ്ങനെ രക്തവും പസവും ഒക്കെ കാണുള്ളൂ. പിന്നെ വേറെ എവിടെ നോക്കുമ്പോൾ അവിടെ കാണുന്നു, പിന്നെയും നടക്കും. അപ്പൊ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. ഇതൊക്കെയാ പ്രേതങ്ങൾ. ഒരു വലിയ മരത്തിന് മുകളിൽ നല്ല പഴങ്ങൾ കാണുന്നു, പക്ഷെ അതിന്റെ ഇലകൾ ബ്ലൈഡ് പോലെ ഇരിക്കുന്നു. അപ്പൊ ആ ബ്ലേഡ് പോലത്തെ ഇലകളിലുള്ള മുറിവുകളൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് അവിടെ കയറി എത്തുമ്പോഴത്തേക്ക് പഴം അവിടെ ഇല്ല, അടുത്ത മരത്തിലായി പോയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത മരത്തിൽ പോണം. ഓക്കെ, ആ അതെ അതെ, കർമ്മങ്ങൾ കൊണ്ട് എത്തിച്ചുവിടുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തിൽ എത്താറില്ലേ ഇങ്ങനെയൊക്കെ, ഇങ്ങനെ അലഞ്ഞു കിടന്നിട്ട് വിചാരിച്ചൊന്നും കിട്ടാതെ ഇങ്ങനെ അലയുന്നത്. ഇത് അങ്ങനെ ഒരു ജീവിതത്തിൽ തന്നെ എത്തുന്നതാ. ഓക്കെ, അപ്പൊ ഭയങ്കര കഷ്ടമാവും. അപ്പൊ നമുക്ക് പ്രേതങ്ങളോടും ഭയങ്കര കരുണ വേണം. അവര് കഷ്ടപ്പെടുക,
അപ്പോൾ ആ കഷ്ടപ്പാടുകളിൽ, ഇത്തരം കഷ്ടപ്പാടുകളിൽ നിന്നും ദാഹങ്ങളിൽ നിന്നൊക്കെ അവർ മോചിക്കപ്പെടട്ടെ എന്നതാണ് അവിടെ മേയിൽ വരുന്നത്. ഒപ്പം നമ്മുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ എത്തിച്ചേരാനുള്ള ആ ഇവിടെ എമോഷൻ ഏതാണെന്ന് നോക്കിയാൽ ആസക്തിയാണ്. ദാഹം, ആസക്തി, അതിങ്ങനെ ഫുൾഫിൽ ആവാതെ കിടക്കുന്നതിൽ നിന്നാണ്, അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തത്ര ആസക്തികൾ നിറഞ്ഞു കിടക്കുന്നതിൽ നിന്നാണ് ഇങ്ങനെ എത്തിച്ചേരുന്നത്. അപ്പോൾ ആ ആസക്തികളിൽ നിന്നൊക്കെ നമ്മൾ ഫ്രീ ആവട്ടെ, അത്തരം കർമ്മങ്ങളിൽ നിന്ന് ഫ്രീ ആവട്ടെ എന്നുള്ളത് കൂടിയാണ്. ഫൈനലി ഹൂം എന്ന അക്ഷരം നരക ലോകത്ത്, ഹൂം എന്ന അക്ഷരം നരക ലോകത്തെ പ്യൂരിഫൈ ചെയ്യുന്നു. നരകത്തിൽ എന്താ പ്രശ്നം? ആ അവിടെ എന്ന് വെച്ചാൽ ദുരിതങ്ങളോടെ ദുരിതങ്ങൾ, വേറൊന്നിനും സമയമില്ല. ദുരിതം കഴിഞ്ഞിട്ട് രക്ഷപ്പെടണം ചിന്തിക്കാനുള്ള സമയം പോലും അവിടെ ഇല്ല. ഈ ദുരിതത്തിനൊക്കെ കാരണം എന്താണെന്ന് ചിന്തിക്കാനുള്ള സമയം പോലും അവിടെ ഇല്ല. ഓക്കെ, സോ അത്രയ്ക്കങ്ങ് ദുരിതം അവിടെ. ചിലപ്പോൾ ചൂട്, തീയിലിട്ട് കത്തിച്ചതുപോലെ ചൂട്. പക്ഷേ മനുഷ്യജന്മത്തിൽ തീ പെട്ട് കഴിഞ്ഞാൽ കത്തി അങ്ങ് തീരും അല്ലേ? പക്ഷേ നരകജന്മത്തില് തീ പെട്ട് കഴിഞ്ഞാൽ കത്തി തീരുമ്പോഴത്തേക്ക് റിവൈവ്ഡ് ആവും. കത്തി ഇങ്ങനെ തീരുമ്പോഴത്തേക്ക് വീണ്ടും വരും, വീണ്ടും കത്താൻ തുടങ്ങും, തീരുമ്പോൾ വീണ്ടും കത്താൻ തുടങ്ങും. സോ അതൊരു നെവർ എൻഡിങ് കാര്യമായിട്ടൊക്കെ മാറുക. അങ്ങനെ കൽപ്പങ്ങൾ അതിൽ കിടക്കുന്ന പറയുന്നത്, അല്ലാതെ ഒരു തവണ കത്തി തീർന്നു പോയില്ല. സോ അത്രയും കഷ്ടപ്പാട്. അതുപോലെ തണുപ്പ്, അങ്ങനെ പലതരം കടുത്ത വേദനകൾ. പക്ഷെ ആ വേദന കൊണ്ട് ആ ജീവിതം തീരില്ല. ആ വേദന വീണ്ടും 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 ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ അനുഭവത്തിലെത്തുന്നതിൻ്റെ പിറകിലുള്ള എമോഷൻ ദ്വേഷം, വെറുപ്പ്, ദേഷ്യം, എല്ലാത്തിനോടുള്ളൊരു ഇറിറ്റേഷൻ ശീലിച്ച്, അതാണ് പൊതുവെ അവിടെ കൊണ്ടെത്തിക്കുന്നത്. സോ നമ്മൾ ആ ഏറ്റവും കടുത്ത യാതന അനുഭവിക്കുന്ന അവിടെയാണ്, നേരിട്ടുള്ള യാതനയുടെ ഏറ്റവും കഷ്ടപ്പാട്. ആ എല്ലാ ജീവജാലങ്ങളും, തീയിൽ കിടന്ന് പൊരിയപ്പെടുന്ന ജീവജാലങ്ങളുടെ തീ അണയ്ക്കുന്നതായിട്ട്, ആ കടുത്ത തണുപ്പിലാണെങ്കിൽ അവർക്ക് തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതായിട്ട്, എന്തൊക്കെയാണ് അവരുടെ അവിടുത്തെ യാതനകൾ, അതൊക്കെയും മാറ്റുന്നതിനായിട്ട് ഈ ഭൂമി അവിടെ പ്രവർത്തിക്കുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പോകാനിടയാകുന്ന കർമ്മബീജങ്ങളും ദ്വേഷവും വെറുപ്പും ദേഷ്യവും ഒക്കെ അകറ്റുന്നു. ഇനി മനുഷ്യജന്മത്തെ ഞാൻ ഇടയ്ക്ക് വിട്ട് കളഞ്ഞു. മനുഷ്യജന്മം നീ എന്നത് മനുഷ്യജന്മത്തെ കുറിച്ചാണ്. മനുഷ്യജന്മത്തില് സഫറിങ് നമുക്കറിയാമല്ലോ. ജനനം സഫറിങ് ആണ്, രോഗങ്ങൾ, മരണം, പിന്നെ വേർപാടുകൾ, വേദനകൾ, അല്ലേ? പലതരം എമോഷണൽ സഫറിങ് ഉണ്ട്, ചിന്തിച്ചു കൂട്ടി ഉണ്ടാക്കിയെടുക്കുന്ന സഫറിങ്ങുകളുണ്ട്, മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ചിന്തിച്ചുണ്ടാക്കുന്നതുണ്ട് നമുക്ക്, അല്ലേ? ഇതിൻ്റെ കാരണങ്ങൾ നോക്കിയാൽ മിക്സ്ഡ് എമോഷനാണ്. ഒരു തരത്തിൽ പാഷൻ ആണെന്ന് പറയാം, പക്ഷെ ഈ എല്ലാ എമോഷനെയും മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിൽ വരുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരുടെ കാര്യത്തിലും ഇതുപോലെ, മറ്റു മൃഗങ്ങളിൽ മാത്രമല്ല, നീ എന്ന സിമ്പലിൽ എല്ലാ മനുഷ്യരും ഒക്കെ സഫറിങ് എന്ന് പോട്ടെ, അതുപോലെ അത്തരം ജന്മങ്ങളിലേക്കുള്ളത് നമ്മുടെ ഉള്ളിലും പ്യൂരിഫൈ ചെയ്യുന്നു. സോ ദിസ് വേ ഓം മണി പത്മേ ഹൂം, ഓം മാ നീ പാത്മേ ഹൂം pacifies the suffering of all the 6 realms and pacify our emotional content connected to the 6 realms and pacifies the seeds of karma connected to the 6 realms and thus closes the door to those so that we can be completely awakened as Buddhas. Okay? Clear or not? So if it's clear, let's recite mantra with that kind of a view. വീണ്ടും മുകളിൽ നേരത്തതുപോലെ അവലോകീശ്വരനെ ചിന്തിക്കുക. ആ അവലോകീശ്വരനിൽ നിന്ന് എല്ലാ ലോകങ്ങളിലേക്കും നമ്മൾ മന്ത്ര പറയുന്നതിനപ്പോൾ പ്രകാശ കിരണങ്ങൾ ഇങ്ങനെ പോകുന്നു. ഓരോ ലോകത്തെയും, ഓമിൽ സ്വർഗലോകത്തെയും, മായിൽ അസുരലോകത്തെയും, നീയിൽ മനുഷ്യലോകത്തെയും, പത്തില് മൃഗലോകത്തെയും, മേയിൽ പ്രേതലോകത്തെയും, ഭൂമിയിൽ നരകലോകത്തെയൊക്കെ ശുദ്ധീകരിക്കുന്നതായിട്ട് ചിന്തിക്കുക.
ഓം മണിപത്മേ ഓം മണിപത്മേ ഓം മണിപത്മേ ഓം മണിപത്മേ ഓം മണിപത്മേ ഓം മണിപത്മേ ഹൂം ഓം മണിപത്മേ ഹൂം ഓം മണിപത്മേ ഹൂം ഓം മണിപത്മേ ഹൂം ഓം മണിപത്മേ ഓം മണിപത്മേ ഓം മണിപത്മേ. ഈ മന്ത്രം ചൊല്ലുമ്പോൾ ആ മന്ത്രത്തിൻ്റെ ഷഡക്ഷരി മന്ത്രം കേൾക്കുക വഴിയും ആ ലോകത്തിലെയും ജീവജാലങ്ങൾ ഈ ശബ്ദം ശ്രവിക്കുക വഴിയും അവരൊക്കെയും ശുദ്ധീകരിക്കപ്പെടുന്നതായിട്ട് ചിന്തിക്കാം. സമർപ്പിക്കുക. ചന്ദ്ര ശിവാൻ വാചിക്കും മലുപാതേ സലാഗപ്പ. ഓക്കെ, സംശയമുണ്ടോ? ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? Could you feel that? ആ ഇതുപോലെ നമ്മളിങ്ങനെ നടക്കുമ്പോഴൊക്കെ വഴിയിൽ സഫറിങ് കണ്ടാൽ, അല്ലെങ്കിൽ ഈവൻ കൊച്ചു കൊച്ചു പ്രാണികളുടെ വേദനകൾ കണ്ടാലും ഒക്കെ നമുക്ക് അവർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവർക്ക് വേണ്ടി അവിടെ പറയാം. അവരുടെ കാതുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്ത് വളരെ കാരുണ്യത്തോടുകൂടി ഓം മണിപത്നി ഓം മണിപത്നി ഓം മണിപത്നി എന്ന് പറയാം. അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന മറ്റുള്ളവരുടെ അടുത്ത് അവർക്ക് ബുദ്ധിമുട്ടാകുന്നില്ലെങ്കിൽ അവരോടും അവർക്ക് വേണ്ടി ചെല്ലാവുന്നതാണ്. ഓക്കെ, ഇനിയും അർത്ഥങ്ങളുണ്ട്. ഓക്കെ, അടുത്ത ഒരർത്ഥം എന്ന് പറയുന്നത് ഷഡക്ഷരി മന്ത്രത്തിൻ്റെ 6 അക്ഷരങ്ങൾ, 6 പാരമിതകളെ നമ്മളിൽ വളർത്തിയെടുക്കണം. എന്തൊക്കെ 6 പാരമിതകൾ? ദാനം, ശീലം, ക്ഷാന്തി ക്ഷമ, വീര്യം, ധ്യാനം, പ്രജ്ഞ. അപ്പോൾ നമ്മുടെ ബുദ്ധത്വത്തിലേക്ക് പോകുന്നതിനുള്ള യാത്രയിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട, പെർഫെക്റ്റ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ് ഈ 6. ദാനം, ശീലം, ക്ഷമ അഥവാ ക്ഷാന്തി, വീര്യം, ധ്യാനം, പ്രജ്ഞ. അപ്പോൾ ഓം മാ നീ പാ മേ ഹു 6 അക്ഷരങ്ങൾ ഈ ഓർഡറിൽ ഈ 6നെ വളർത്തിയെടുക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ ആ പെർഫെക്ഷൻ കൊണ്ടുവരാനും ഈ മന്ത്രം സഹായിക്കുന്നു. സോ യു ക്യാൻ ട്രൈ ദാറ്റ് ഓൾസോ അഗൈൻ. ഓക്കെ, ആ രീതിയിലും ചെയ്ത് നോക്കാം. So that is the 6 syllables in the same order, respectively, these 6 perfections. Om Mani Padme Om Mani Padme Om Mani Padme Om Mani Padme Om. You can imagine that it's bringing this perfection within us as well as within every other being. നമ്മളിലും എല്ലാ ജീവജാലങ്ങളിലും ഈ ക്വാളിറ്റീസ് ഒക്കെയും പെർഫെക്റ്റ് ചെയ്യുന്നതായിട്ട് ചിന്തിക്കാം. ഓം മണിപത്മേ 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 ഓം മണിപത്മേ. പിന്നെ വജ്രയാനയുടെ തലത്തിൽ പറയുമ്പോഴത്തേക്ക് പ്യുവർ വ്യൂ, നമ്മൾ ആ സാധനയിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ ചെയ്തതുപോലെ അവലോകതേശ്വരൻ്റെ പ്രകാശകിരണങ്ങൾ ഇങ്ങനെ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെയും പ്യൂരിഫൈ ചെയ്യപ്പെടുക മാത്രമല്ല, നമ്മളൊക്കെയും അവലോകതീശ്വരന്മാർ തന്നെയായി മാറുന്നത് ചിന്തിക്കാം. അപ്പം ആ ധ്യാനത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ മുകളിൽ ശിരസിന് മുകളിൽ അവലോകതീശ്വരനുണ്ട്. നമ്മുടെ ശിരസിന് മുകളിൽ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും ശിരസിന് മുകളിൽ അവരുടെ ബുദ്ധാനേശ്വരൻ്റെ ലേക്ക് അവർ ഉണർത്താനായി ഒരു അവലോകതീശ്വരനുണ്ട്. ആ അവലോകതീശ്വരന്മാരിൽ നിന്നൊക്കെ ആ പ്രകാശകിരണങ്ങൾ ഇങ്ങനെ വ്യാപിക്കവേ ലോകം തന്നെ സുഖാവതി ശുദ്ധക്ഷേത്രമായിട്ട് മാറുന്നു. നമ്മളും എല്ലാ ജീവജാലങ്ങളും അവലോകതീശ്വരനെ പോലെ മാറുന്നു. അപ്പോൾ ധ്യാനത്തിൻ്റെ സമയത്ത് നമ്മൾ ഓരോരുത്തരും അവലോകതീശ്വരനെ പോലെ തന്നെ ചിന്തിക്കുക, സ്വയം അവലോകതീശ്വരനായി ചിന്തിക്കുക. ചുറ്റും കാണുന്ന ആൾക്കാരെയും
അവലോകന്റെ തന്നെ രൂപമാണ് അവിടെ ഇരിക്കുന്നത് ചിന്തിക്കുക. അല്ലെങ്കിൽ പുരുഷന്മാരെയൊക്കെ അവലോകനായിട്ട് സ്ത്രീകളെ താരയായിട്ട് ചിന്തിക്കുക. അങ്ങനെയും വേണേൽ ചെയ്യാം. എല്ലാം അവലോകനായിട്ട് ചിന്തിക്കാൻ പാടാണെങ്കിൽ. ഓക്കെ. ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ കാണുന്ന രൂപങ്ങൾ എന്തായാലും അതിലൊക്കെ അതേ ബ്ലെസ്സിങ് തന്നെ, അല്ലെങ്കിൽ അതേ ശുദ്ധത അതിലുണ്ടെന്ന് അറിഞ്ഞാൽ മതി. പക്ഷെ ധ്യാനത്തിന്റെ സമയത്ത് എല്ലാം ആ രീതിയിൽ സങ്കല്പിക്കുക കൂടെ ചെയ്യാം. എല്ലാം അങ്ങനെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ അങ്ങനെ അല്ലാന്ന് തോന്നുന്നിടത്തൊക്കെയും അവലോകനത്തിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ വരുന്നു. ആ ആ കിരണങ്ങൾ അതിനെ ശുദ്ധീകരിക്കുന്നു. കാരണം അങ്ങനെ അല്ല, ഇതൊക്കെ നിസ്സാരന്മാരാണ്, സാധാരണമാണ്, സംസാരിക ജീവികളാണെന്ന് തോന്നുന്നത് നമ്മുടെ അവിദ്യ കൊണ്ടും വിഭ്രാന്തി കൊണ്ടുമാണ്. അപ്പൊ നമ്മൾ ആ പ്രകാശകിരണം അയച്ച് അതിനെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അവിദ്യയും വിഭ്രാന്തിയൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പൊ മുഴുവൻ ലോകത്തിനെയും അതിൻ്റെ ശൂന്യതയിൽ ആ ജ്ഞാനത്തിൻ്റെ ദർശനമായിട്ട് ആ ഒരു പ്യുവർ വ്യൂയിൽ കാണാൻ പറ്റും. Let us shortly do that also for completion. ഓം മണി പദ്മേ 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 ഓം മണിപദ്മേ 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 മണി ഓം മണിപദ്മേ. അവലോകേശ്വരൻ ശിരസിന് മുകളിൽ വിഷ്വലൈസ് ചെയ്ത് പ്രകാശമായി ലയിച്ച് ആ പ്രകാശം നമ്മളിലേക്ക് ലയിച്ച് ചേരുന്നു. അവലോകേശ്വര above the crown dissolves into light and it merges with us. അവലോകേശ്വരന്റെ കായവാക്ചിത്തങ്ങളിൽ നിന്ന് അഭേദ്യമായി മാറുന്ന നമ്മുടെ കായവാക്ചിത്തങ്ങൾ വീണ്ടും മുഴുവൻ ലോകത്തിൻ്റെയും ദൃശ്യങ്ങൾ ശുദ്ധമായ ബുദ്ധക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളായി, പ്യുവർ റിയലിൻ്റെ ദൃശ്യങ്ങളായി, എല്ലാ ജീവജാലങ്ങളുടെയും രൂപം ഒക്കെയും ദിവ്യമായ ബുദ്ധരൂപങ്ങൾ പോലെ, എല്ലാ ശബ്ദങ്ങളും മന്ത്രത്തിൻ്റെ ദിവ്യമായ ശബ്ദത്തിൻ്റെ അലയടികളായും, എല്ലാ ചിന്തകളും ജ്ഞാനത്തിൻ്റെ അലയടികളായും അറിയുക. ഈ ധ്യാനത്തിൻ്റെ പുണ്യത്താൽ നാം അവലോകനീശ്വരൻ്റെ അതേ അവസ്ഥയെ പ്രാപിക്കുകയും സർവ ജീവജാലങ്ങളെയും അതേ അവസ്ഥയിലേക്ക് എത്തിക്കാനും കഴിയട്ടെ. അനേന പുണ്യേന തു സർവദർശിത അവാപ്യ നിർജേത്യ ച ദോഷവേദ്യുഷ ജരാരുജാ മൃത്യു മഹോർമി സങ്കുല സമുദ്ധരേയം ഭവസാഗരാ ജഗത്.